നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് കിട്ടിയ ഒരു പോസ്റ്റർ വായിക്കാം. കേരളവും വളരും, അതിന് BJP വളരണമെന്ന് തള്ളുന്നവർക്ക് BJP ഭരിച്ച് കേരളത്തിനേക്കാൾ വളർന്ന ഒരു സംസ്ഥാനത്തെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. കേരളം ഇനിയും വളരാനുണ്ട്. എന്നാൽ കേരളത്തിന് വേണ്ടത് BJPയുടെ വളർച്ചയല്ല. ഇത് തീർച്ചയായിട്ടും BJPക്കെതിരായിട്ട് കേരളം മാറണം, കേരളം വളരണം, അതിന് BJP വരണം എന്നുള്ള പ്രചരണത്തിന്, NDAയുടെ പ്രചരണത്തിന് ബദലായിട്ട് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് കേരളത്തിന് വളരാനുണ്ട്, പക്ഷേ കേരളത്തിനേക്കാൾ വളർന്ന ഒരു സംസ്ഥാനത്തെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തെക്കാളും മെച്ചമുള്ള ഒരു പ്രദേശം പോലും ഇന്ത്യയിലില്ല എന്നാണ് ഈ പോസ്റ്റർ പ്രചരിപ്പിക്കുന്ന, അത് CPM ആകാം, കോൺഗ്രസ് ആകാം. പക്ഷേ കോൺഗ്രസ് ആകാനുള്ള സാധ്യതയില്ല. കാരണം വളരെ അടുത്ത കാലം വരെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ഇത്രയും കാലം ഭരിച്ച് നശിപ്പിച്ച ശേഷം ഈ വേറെ ഒരു സംസ്ഥാനത്ത് നല്ല ഒന്നും ഇല്ല എന്ന് കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയാൻ സാധ്യതയില്ല. പിന്നെ തീർച്ചയായിട്ടും പറയാൻ സാധ്യതയുള്ളത് CPMൻ്റെ മുന്നണിയാകാനേ വഴിയുള്ളൂ. പക്ഷേ അവർ ഭരിച്ച് തുടർച്ചയായിട്ട് ഭരിച്ച് ബംഗാളിനെയും ത്രിപുരയും എങ്ങനെയാക്കി കേരളത്തെക്കാൾ മെച്ചപ്പെട്ടുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അവർ ചിന്തിക്കാതെ ചിലപ്പോൾ ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ നമുക്ക് നോക്കാം, കേരളത്തെക്കാളും മെച്ചമായത് അല്ലെ കേരളത്തെക്കാളും വളർന്ന ഏതെങ്കിലും പ്രദേശം ഇന്ത്യയിലുണ്ടോ? ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ഇൻഡോർ എന്ന് പറയുന്ന പട്ടണമാണ്. അപ്പോൾ അതിലേക്ക് ഇൻഡോറിലേക്ക് ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യുകയാണ്, വെൽക്കം ടു ദി ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ക്ലീനസ്റ്റ് സിറ്റി ആണ് എന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ കൊച്ചിയിലേക്ക് വന്നിറങ്ങുമ്പോഴത്തേനും വെൽക്കം ടു ദി ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്നോ, അല്ലെങ്കിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നോ, അല്ലെങ്കിൽ ദി സിറ്റി ഓഫ് ദി ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നോ ഒന്നും കൊച്ചി വന്നിറങ്ങുമ്പോൾ പറയുന്നില്ല, തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ പറയുന്നില്ല, കോഴിക്കോട് എന്ന് പറയുന്നില്ല. പക്ഷേ ഇൻഡോറിൽ ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റിൽ തന്നെ പറയുന്നു, വെൽക്കം ടു ദി ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ പറഞ്ഞത് എനിക്കൊരു കൗതുകമായതുകൊണ്ട് ഞാൻ കാറിലിരുന്ന് നോക്കുന്നുണ്ട്, വഴിയിൽ എവിടെയെങ്കിലും ഒരു കടലാസ് കഷ്ണം എറിഞ്ഞതോ, അല്ലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് എറിഞ്ഞ് കിടക്കുന്നതോ, അല്ലെ എന്തെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും റോഡിൽ കാണാൻ പറ്റുമോ, റോഡ് സൈഡിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവറോട് ചോദിച്ചില്ല. പക്ഷേ ഞാൻ നോക്കി, കുറേ കഴിഞ്ഞപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റിയില്ല. റോഡൊക്കെ ക്ലീനാണ്, റോഡിൻ്റെ സൈഡ് ക്ലീനാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതെങ്ങനെ ഇത്രയും ക്ലീനായിട്ട് ഒരു കടലാസ് കഷ്ണം പോലും റോഡിൽ കാണുന്നില്ലല്ലോ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇതിങ്ങനെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടുത്തെ നഗരസഭ, അവിടുത്തെ സർക്കാർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കുറേ വർഷം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. കുറേ വർഷം മുമ്പെന്ന് വെച്ചാൽ അധിക കാലമായില്ല, മേ ബി ഒരു 10-15 വർഷമായിട്ടുണ്ടാവും. BJP അവിടെ ഭരണം തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ശേഷം ഇപ്പോൾ ഏകദേശം 100ഓളം ക്ലീൻ ചെയ്യുന്ന വാഹനങ്ങൾ രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് രാവിലെ വരെ എല്ലാ റോഡും ഒരു പൊടി പോലും ഇല്ലാതെ വളരെ ക്ലീനാക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അപ്പോൾ എൻ്റെ കൂടെ ഉള്ള വേറൊരു ആളുണ്ടായിരുന്നു, അവിടുത്തെ ഇൻഡോറുകാരൻ. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണിത് ഇത് നടപ്പാക്കിയെടുത്തതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, ആദ്യം ഇതിനൊരു ഫൈന് എന്ന് പറയുന്ന ഒരു എൻഫോഴ്സ്മെൻറ്റിൽ കൂടിയാണ് ആദ്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും അതൊരു അഭിമാന പ്രശ്നമായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ നമ്മളുടെ നഗരം വളരെ ശുചിത്വമുള്ളതായിരിക്കണം, നമ്മളുടെ ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും, അവിടെ താമസിക്കുന്ന എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമായിട്ട്, പൗരധർമ്മമായിട്ട് നാട്ടുകാർ ഏറ്റെടുത്തു. അപ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി. നമ്മുടെ കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അക്ഷര നഗരം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലീനസ്റ്റ് സിറ്റി, അല്ലെ ക്ലീനസ്റ്റ് ടൗൺ, അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി
സിറ്റി ഓഫ് ഹാപ്പിയസ്റ്റ് പീപ്പിൾ എന്നൊക്കെയുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കാനും അങ്ങനെ ഒരു അഭിമാന ബോധമുണ്ടാക്കാനും കേരളത്തിലെ ഭരണത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം മധ്യപ്രദേശിലെ ഭരണകൂടത്തിന് അത് സാധിച്ചു. അത് ക്ലീനർ സിറ്റി എന്നുള്ള ഒരു കാര്യം. ഇനി അവിടുത്തെ ഇൻഡോറിലെ തന്നെ വേറൊരു കാര്യം, അവിടെ ചപ്പൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്. 56 കടകൾ. ഹിന്ദിയിൽ ചപ്പൻ എന്ന് പറഞ്ഞാൽ 56, 65 അങ്ങനെ എനിവേ 56ഓളം കടകൾ, അതായത് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അതും BJP സർക്കാർ വന്നതിന് ശേഷം ഏകദേശം 5 കോടി രൂപയിലോ മറ്റുമാണ് അത് പുനർനിർമ്മിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 45 ദിവസമോ 60 ദിവസം കൊണ്ടോ മറ്റോ അത് പണി തീർത്തു. അപ്പോൾ ഒരു മാർക്കറ്റ് മൊത്തമായിട്ട് സ്ട്രീറ്റ് ഫുഡുകൾ പല സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റി അവിടെ വളരെ ഭംഗിയായിട്ട് അവിടെ ആ പ്രദേശം ഡിസൈൻ ചെയ്ത് ഇരിക്കാനുള്ള പലതരത്തിലുള്ള ബെഞ്ചുകൾ, ചെടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യർക്ക് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോറടിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചായക്കടയിലിരുന്ന് വാചകമടിച്ചിരുന്ന ആ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പോലെ ഈ കഞ്ചാവ് അടിക്കാനോ അല്ലെ MDMA കഴിക്കാനോ മദ്യം കഴിക്കാനോ ഒന്നും പോകുന്നതിന് പകരമായിട്ട് അവിടെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോയി ആ ചപ്പൻ മാർക്കറ്റിലിരുന്ന് കളിതമാശകളൊക്കെ പറഞ്ഞ് ഉല്ലാസത്തോടെ സന്തോഷത്തോടെ മനുഷ്യർ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമ്മുടെ യുവാക്കളും മറ്റു കക്ഷികളും യുവതികളുമൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഡൈവേർഷൻ എന്നാൽ നല്ലതല്ലേ, മനുഷ്യർ കുറച്ചുകൂടെ ഹാപ്പി ആവില്ലേ എന്നൊക്കെയുള്ള നമ്മുടെ ഭരണകൂടം കേരളത്തിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡോർ ഒരു നല്ല സിറ്റിയാണ്. ഇനി അവിടുന്ന് ഞാൻ ഇൻഡോറിൽ നിന്ന് ഉജ്ജയിനിലേക്ക് യാത്ര ചെയ്തു. ഉജ്ജയിൻ എന്ന് പറയുന്നത് അവിടെ 65-70 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഞാൻ റോഡ് മാർഗ്ഗമാണ് പോയത്. അപ്പോൾ പോയപ്പോൾ ഞാൻ അഗ്രികൾച്ചർ പഠിച്ചതുകൊണ്ട് അവിടുത്തെ എന്തൊക്കെയാണ് കൃഷികൾ, 2 സൈഡ് നല്ല ഗ്രീനാണ്, നല്ല രീതിയിൽ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ നല്ല കൃഷിഭൂമിയുണ്ട്. അവിടെയൊക്കെ നെല്ലോ ഗോതമ്പായിരിക്കും ഇപ്പം ഈ സമയത്ത് അത് വളരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഗ്രീനായിട്ട് നല്ല കൃഷിഭൂമികൾ ഫുള്ളി ഡെവലപ്ഡായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് 2 സൈഡിലും കാണാൻ പറ്റും ഉജ്ജയിൻ വരെ. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വികസിച്ച കാർഷിക മേഖലയിൽ വളരെയധികം വികസിച്ച ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് എനിക്ക് മനസ്സിലായി. കേരളത്തിൽ നമ്മൾ എവിടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാലും ഇതേപോലെ നല്ല ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള വളരെ ഗ്രീൻ ആയിട്ടുള്ള, നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെ ഗ്രീൻ ഉണ്ട്, പക്ഷേ അതല്ല ഒരു കൃഷി ചെയ്തിട്ട് അതേപോലെ ഗ്രീനായിട്ട് ഫ്ലറിഷിംഗ് ആയിട്ട് ഒരു സ്ഥലം പോലും വേസ്റ്റാകാതെ അങ്ങനെ കിടക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന കൃഷി സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ പലപ്പോഴും കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ മധ്യപ്രദേശിൽ അതുണ്ട്. ഇനി ഞാൻ ഉജ്ജയിനിൽ ചെന്നപ്പോഴത്തേനും ഉജ്ജയിന് നമ്മുടെ അവിടുത്തെ ഒരു അമ്പലമുണ്ട്, വലിയ പ്രസിദ്ധമായ അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ ലേക്ക് കയറുന്നതിനുള്ള ഫ്ലൈ ഓവർ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും കുറേയധികം ഈ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പരിപാടികൾ അവിടെ ലൈറ്റിങ്ങും ഷോയും ഫൗണ്ടൻസും അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കുറേയധികം ഏരിയയിൽ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനുഷ്യർക്ക് താമസിക്കാനുമുണ്ട്, അതുപോലെ ഇരിക്കാനും ഉല്ലാസത്തിനും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഉജ്ജയിൻ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഗുരുവായൂർ എന്ന് പറയുന്ന കുറേയധികം മനുഷ്യർ വരുന്ന ഒരു അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ എങ്ങനെ എന്തെങ്കിലും ഒരു വികസനം നമ്മൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു വികസനം അവിടെ കാണാനില്ല. അതുപോലെ തിരുവനന്തപുരത്ത് തന്നെ പട്ടണത്തിൽ തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെയധികം മനുഷ്യർ പലയിടത്തുനിന്ന് വരുന്നതാണ്. എന്ത് വികസനമാണ് ഈ ഉജ്ജയിനിൽ ആ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന എന്ത് വികസനമാണ് ഇവിടെ ഗുരുവായൂർ ചെയ്തിരിക്കുന്നത്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് ഉള്ള ആ ഒരു ദൂരം നമ്മൾ പോകുമ്പോഴത്തേക്കും മധ്യപ്രദേശിൽ ഇൻഡോറിൽ നിന്ന് ഉജ്ജയിനിലേക്ക് പോകുന്നത് പോലുള്ള ഒരു വികസനവും ഇവിടെ കാണാനില്ല എന്നുള്ളതും ഞാനൊരു കഴിഞ്ഞ മാസം യാത്ര ചെയ്തൊരു സ്ഥലമാണ് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെക്കാളും വളരെയധികം വികസനം നേടിയ മനുഷ്യർ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് തീർച്ചയായിട്ടും ഇൻഡോർ തുടങ്ങി ഉജ്ജയിൻ വരെയുള്ള പ്രദേശമെന്ന് നിസ്സംശയം പറയാൻ പറ്റും.